ഈ നേരിട്ട് പലരും അനുഭവിച്ചു എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മളത് ജില്ലാ ഭരണകൂടം അത് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി കലക്ടറേറ്റിലുണ്ട്. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ കളക്ടറേറ്റിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. എന്തായാലും മന്ത്രിമാരുള്ള സ്ഥിതിക്ക് മന്ത്രിമാർ സന്ദർശിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഏരിയ എന്തെങ്കിലും തരത്തിൽ മാറ്റി പാർപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യകത ഉണ്ടോ? അല്ല ആളുകൾ എന്നാണോ നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അല്ല, അവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ ഹെഡ് പറഞ്ഞത് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും മുൻകരുതൽ നമ്മൾ നടത്തേണ്ടത് ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തേണ്ട ആവശ്യകതയുണ്ട്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആളുകളെ മാറ്റേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാക്കാനാകും എന്നാണ് പ്രതീക്ഷ. അല്ല, കാരണം എന്താണ് നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഡിസിഷൻ എടുത്തല്ലോ, ആശങ്കയുള്ള ആളുകളൊക്കെ ക്യാമ്പിലേക്ക് മാറ്റുക. അതുകൊണ്ടല്ല അമ്പലവയൽ സ്കൂളൊക്കെ ഒരുങ്ങിയല്ലോ. ഒരു ഫീൽഡ് സ്റ്റഡിയും കൂടി ഉണ്ടാവും. ഫീൽഡ് സ്റ്റഡി ആവശ്യമാണ്, ഈ കാര്യത്തിൽ ആവശ്യമാണ്. എന്താണെന്ന് വ്യക്തത വരുത്താൻ വേണ്ടി അതാണ് MLA പറഞ്ഞത്. അതായത് നിലവിലെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന കാര്യം ജനപ്രതിനിധികളെ അടക്കം ദുരന്ത നിവാരണ ഏജൻസികളടക്കം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ പക്ഷേ അതേസമയം ആളുകൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക എങ്ങനെ പരിഹരിക്കാനാകും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഉൾപ്പെടെ നിലവിൽ വയനാട്ടിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ വിശദമായൊരു പഠനത്തിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാകില്ല എന്നാണ് MLA പറയുന്നത്. MLA അടക്കം ഇവിടെ എത്തിയ ആളുകളുമായി എല്ലാം ആശയവിനിമയം നടത്തുന്നു. കാരണം ആശങ്കയുള്ള ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അറിയിക്കുന്നു. പക്ഷേ മുൻകരുതൽ ജാഗ്രത എന്ന നിലയ്ക്ക് ക്യാമ്പുകൾക്ക് മുന്നൊരുക്കം നടത്തും. മാറ്റിപ്പാർപ്പിക്കേണ്ട അങ്ങനെ മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു നൽകും. ഒപ്പം ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകളുടെ സന്ദർശനവും സാന്നിധ്യവും ഉണ്ടാകും ഉദ്യോഗസ്ഥരുടെ. അതിനുശേഷം വിശദമായ അവലോകന യോഗം ചേരും. അതിനുശേഷം തുടർ നടപടികളും തീരുമാനങ്ങളും ഉണ്ടാകും എന്നാണ് MLA അറിയിക്കുന്നത്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സജോ, തുടരുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് അമ്പലവയൽ സ്കൂളിലേക്ക് വേണമെങ്കിൽ ജനങ്ങളെ മാറ്റാമെന്ന് ജനപ്രതിനിധികൾ തന്നെ പറയുന്നു. ഇപ്പോൾ പുഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതികരണം കാണാം. ഇപ്പം ഏകദേശം പഞ്ചായത്തിന്റെ ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും തന്നെ ശബ്ദവും ചെറിയൊരു പ്രകമ്പനവും ഉള്ളതായിട്ട് സൂചിപ്പിച്ചു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിലവിലില്ല. എന്നിരുന്നാലും ഇപ്പൊ വയനാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ബന്ധുവീടുകളിലോട്ട് മാറണം എന്നുള്ള ആളുകൾക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കി മേലധികാരികളിൽ നിന്ന് എന്താണോ നമുക്ക് നിർദ്ദേശം വരുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്നതാണ്. ഒരു ജാഗ്രതാ നിർദ്ദേശം ഭാഗത്തുള്ള ജനങ്ങൾക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. വിപിൻ, എന്തായാലും ആളുകൾ പരിഭ്രാന്തരാണ്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ പറയുമ്പോഴും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ആഘാതം അത് വിട്ടുമാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള പുതിയ പ്രതിഭാസം ആ മേഖലയിൽ ഒന്നാകെ ഉണ്ടാകുന്നത്. എന്താണ്, ഏത് രീതിയിലാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? ഇതിനോടകം തന്നെ വിദഗ്ധരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഒരു പഠനം നടത്തിയ ശേഷം മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഭൂചലനമല്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് പ്രാഥമികമായെങ്കിലും ഒരു നിഗമനം? അതെ, കേന്ദ്രത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇതിനോടകം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിൽ തന്നെ ഇത് ഭൂചലനമല്ല എന്നുള്ളതിലേക്ക് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ ജിയോളജി വിഭാഗമടക്കം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു അസ്വാഭാവികത കാണുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളെ മുഴുവനായും നിർബന്ധപൂർവ്വം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിന് ഉള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ വയനാട്ടിൽ എവിടെയൊക്കെയാണ് ഈ പ്രകമ്പനം, ഈ ഒരു അസ്വാഭാവികമായ ശബ്ദമുണ്ടായത് എന്നതിൻ്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. ഒന്ന്, അമ്പലവയൽ വില്ലേജിലെ RARS, മാങ്കൊമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുക്കുത്തിമാളിക, പടിപ്പറമ്പ്, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന്, വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പടി, മൈലാറ്റിപ്പടി, ചോലപ്പുറം, തെക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും ഉണ്ടായതെന്നാണ് അടിയന്തര കാര്യനിർവഹണ വിഭാഗം ഇതിനോടകം അറിയിച്ചിരിക്കുന്നത്. അവിടെ ഉള്ള ആളുകളിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ മാറ്റുന്നതിനുള്ള പ്രാരംഭ നടപടികൾ കഴിഞ്ഞു. ബാക്കി മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി പരിശോധനയിൽ തെളിയേണ്ടത്.
അറിയേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ജില്ലാ ഭരണകൂടമായാലും ജനപ്രതിനിധികളായാലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന നിലപാട് ആശങ്കയുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അവരെ വീട്ടിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറ്റുക, അതിനുള്ള എല്ലാ നടപടികളും വേഗത്തിലാക്കുക എന്നുള്ളതാണ്. കാരണം പരിഭ്രാന്തരാകേണ്ടതില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈയായാലും ചൂരൽമലയായാലും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു ദുരന്തത്തിന്റെ നീറ്റിൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വയനാട്. അപ്പോഴാണ് ഒരു 10:30 ഇത്തരത്തിലൊരു അസ്വാഭാവികമായിട്ടുള്ള ശബ്ദവും പ്രകമ്പനവും ഒക്കെ ഉണ്ടാവുന്നത്. ഇത് ഭൂചലനമല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ശബ്ദമുണ്ടായതിന്റെ ഇതിനൊരു പൊതു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ഈ ശബ്ദമുണ്ടായതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ആശങ്കയുള്ളവരെ മാറ്റുക എന്നതിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് കേന്ദ്ര സംഘം വയനാട്ടിലേക്ക് എത്തിയ ദിവസമാണ്. ഇപ്പോൾ ചർച്ച കഴിഞ്ഞിരിക്കുകയാണ്. മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സംഘം വന്നതിന്റെ ലക്ഷ്യം. ആ സമയത്ത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടായതിന്റെ ഒരു വാർത്തകളും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുകയും വയനാട്ടിന്റെ നിലവിലെ ഭൂപ്രകൃതിയും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ ഒരു ഗൗരവവും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് കൂടി മന്ത്രിമാർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒരു വയനാടിനെ ഒരു പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പാക്കേജ് ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 1200 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി കേന്ദ്ര സംഘത്തെ ഇതിനോടകം നമ്മുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അറിയിച്ചും കഴിഞ്ഞു. പ്രജിൻ, ശരി വിപിൻ, തുടരുക. പുതിയ അപ്ഡേറ്റുകൾ ആവശ്യമുണ്ട്. എന്തായാലും നിലവിൽ ഈ പറയുന്നത് പോലെ ഈ മേഖല വയനാട്ടിൽ മാത്രമല്ല പാലക്കാടും ഒപ്പം കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ വലിയ ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്.